എന്റെ മക്കൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ? ദുആ ചെയ്താ പോരെ, ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താ പോരെ? എന്തിനാ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്നത്? എന്തിനാ ഫ്ലക്സ് വെക്കുന്നത്? എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നത്? പെങ്ങളെ, അവസാനം എന്താ അവസ്ഥയെന്നറിയോ? ഇന്ന് മക്കൾക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവനും അറിയിക്കണം. പോസ്റ്റിന്റെ മുകളിൽ തന്റെ പൊന്നുമോളുടെ ഫ്ലക്സ് വെക്കുകയാ. A+ വാങ്ങിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല കാര്യം. നീ സ്നേഹിക്ക്, സമ്മാനം കൊടുക്ക്, ആദരിക്ക്, ബഹുമാനിക്ക്, എല്ലാം ചെയ്യും. പക്ഷെ അങ്ങനല്ല, സ്റ്റാറ്റസ് ഇടും. മോളെ A+ വാങ്ങിച്ചു, റോഡിന്റെ മുകളിൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ A+ വാങ്ങിച്ച മകൾ എങ്ങനെയുണ്ട്? ഉമ്മച്ചി പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, തല്ലാത്ത തലവേദന, പഠിക്കാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്. എരന്ന് വാങ്ങിയതല്ലേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാര്യം എടോ അത്ഭുതം. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതിയെടോ, നിന്ന നിപ്പിന് പോകും. അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഏതൊരു മരവും നിന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയും, വീടിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാഴ കുലച്ചു നിൽക്കുകയാണ്. ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ കൊലയാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തീർന്നു. അല്ലാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഇതാണ് മനുഷ്യന്റെ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതം. 3 കൊന്നുകളയും. 3 ചില കണ്ണുകൾ മനുഷ്യ നാവെങ്ങനെ. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയാൻ പാടില്ല, എന്താ ഇപ്പൊ ഇത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, ഇങ്ങനെ നോക്കിയിട്ട് പറയരുതെന്നാ. കാരണം എന്തേ? നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ നാവ് എങ്ങനത്തെ നാവാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ല. ചുമ്മാതെ ഇങ്ങനെ വണ്ടി പോകുമ്പോഴാ 2 പിള്ളന്മാര് ബൈക്കിൽ ചാവാൻ പോകുന്നോടെ ഇവനൊക്കെ. സുബ്ഹാനല്ലാഹ്, ഓടക്കകത്ത് കിടക്കും. അപ്പോഴേ അല്ലാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഒറ്റ പറച്ചില, ചാകാൻ പോകുന്നോടാ ഇവനൊക്കെ. എവിടെ പോകുന്നു? വായുവിളി പഠിക്കാൻ പോകുന്നോടാ, ഒറ്റ അടിക്കില്. എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? അള്ളാഹു നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളും എല്ലാവരോടും പറയണ്ട, നിനക്ക് എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ നിന്റെ മനസ്സിൽ വെച്ചാൽ പോരെ. നിനക്ക് അള്ളാഹു തന്നനുസരിച്ച് കൊടുത്താൽ പോരെ. എത്ര രൂപ ശമ്പളമുണ്ട്, എവിടെയൊക്കെ ദുബൈയിലുണ്ട്, അബുദാബിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. ഇതിനെങ്ങനെ മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് കിടക്കുന്നേ? അതൊക്കെ ഇപ്പം അനുഭവിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇങ്ങനെയുള്ള കണ്ണീറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നബിതങ്ങൾ പറഞ്ഞത്. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല 2 കൊച്ചുമക്കളെ വീടിന് പുറത്തിറങ്ങുമ്പോ ഫാത്തിമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ, ഈ ദുആ പറഞ്ഞിട്ട് മക്കളുടെ തലയിൽ ഊതിയിട്ട് പുറത്തു വിടാവൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കൾ അള്ളാന്റെ റസൂലിന്റെ കൊച്ചുമക്കളല്ലേ. നബിതങ്ങളുടെ ഗ്ലാമർ അറിയുമല്ലോ, അള്ളാന്റെ റസൂലിന്റെ സൗന്ദര്യം നമുക്കറിയുമല്ലോ. ആ നബിതങ്ങളുടെ മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. വാപ്പയെ വരച്ചു വെച്ചതുപോലെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. ആ ഫാത്തിമയുടെ സൗന്ദര്യം നമുക്ക് ചിന്തിക്കാമടോ. ആ ഫാത്തിമയുടെ മകനാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ. ഈ 2 മക്കൾ പുറത്തേക്ക് പോകുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഈ ദുആ നിന്റെ മക്കളുടെ തലയിലേക്ക് ഊതണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പുറത്തയക്കുമ്പോ, അതാണാകട്ടെ പെണ്ണാകട്ടെ, ആ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, കല്യാണ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ ദുആ ഊതിയിട്ട് മക്കളുടെ തലയിൽ ഊതണേ. ഇത് നബിതങ്ങൾ മാത്രം ചെയ്തതല്ല, യാക്കൂബ് നബി ചെയ്തതാണ്, ഇസ്ഹാഖ് നബി ചെയ്തതാണ്, ഇസ്മായിൽ നബി ചെയ്തതാണ്. പാരമ്പര്യമായി കിട്ടിയ ഒരു ദുആയാ, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ദുആയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുആ പഠിച്ചു വെച്ചോ. എന്നിട്ട് മക്കള് വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഈ ദുആ നിങ്ങളുടെ മക്കളിൽ തലയിലൊന്ന് ഓതി ഊതണേ. ഏത് ദുആ എന്നറിയുമോ? അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മ വമിൻ കുല്ലി ശൈത്താനിൻ ലാമ്മ. ഇത് നബിതങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാ. ഫാത്തിമ ബീബി ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ടല്ലോ, ആ മക്കളെ പുറത്തു വിടുമ്പോ ഈ ദുആ ഊതിയിട്ട് അവരുടെ തലയിലേക്ക് മന്ത്രിക്കുമായിരുന്നു. അവിടെ നിന്ന് ഊതിയിട്ട് പുറത്തു വിടുമായിരുന്നു, കണ്ണേറ് തട്ടാതിരിക്കാൻ.
ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അവിടുന്ന് കൊടുത്തുവിട്ട ഉപദേശം അതായിരുന്നു. പടച്ചവരെ, പിന്നെ ചരിത്രം അറിയുമല്ലോ, കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. കൂടപ്പറപ്പുകളെ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് അവിടുത്തെ ഭരണാധികാരി. തന്റെ സഹോദരങ്ങളെ കണ്ടടോ, ബിന്യാമീൻ എന്ന് പറയുന്ന അനിയനോട് വല്ലാത്ത സ്നേഹമായി, അനുജനെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. പിന്നെ പടച്ചവനെ അനിയനെ പിടിച്ചു നിർത്തിയ കഥകളൊക്കെ നമ്മൾ പഠിച്ചവനാണ്. അല്ലാഹുവേ, നാട്ടിലേക്ക് മടങ്ങി വന്നു. ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു പോയി. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനും 12ാമത്തെ മകനായി ബിന്യാമീനും രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടു. വാപ്പയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷേ വാപ്പ അല്ലാഹുവിൽ തവക്കലേൽപ്പിച്ച് ജീവിച്ച പ്രവാചകനാ. മക്കൾക്ക് പോലും വാപ്പയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചില്ലടോ. കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, മക്കള് വാപ്പാന്റെ അടുക്ക പറഞ്ഞു, ഇതെന്ത് സ്വഭാവമാ വാപ്പാ, നിങ്ങളുടെ പൊന്നുമോനെ യൂസുഫ് മരിച്ചുപോയി. ഇല്ല മോനെ, യൂസുഫ് മരിച്ചിട്ടില്ല. അല്ലാഹുവേ, കാത്തുകാതിരുന്നു. യാക്കൂബ് നബിയുടെ ജീവിതം കൊണ്ട് തന്റെ 12 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 5ാമത്തെ പാഠം എന്തെന്നറിയുവോ? തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. തന്റെ പൊന്നാര മകന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് എന്ന് പറയുന്ന മകനെയും തന്റെ കൂടപ്പിറപ്പിനെയും അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഈ 10 മക്കളും വാപ്പാന്റെ അടുക്കൽ വന്ന് മാപ്പ് പറയുകയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ ഭരണാധികാരിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ യാക്കൂബ് നബിക്ക് തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ അവസാനമായി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമ നിനക്കുണ്ടല്ലോ. അല്ലാഹുവേ, നിന്നെ കുറിച്ച് പഠിക്കാ മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. ഉമ്മമാരെ, നിന്റെ ദുആയെക്കാളും ലോകത്ത് വേറെ ഒന്നുമില്ല ഉമ്മ. നീ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നീ ശപിക്കല്ലേ, നീ പ്രാവല്ലേ, ഒരിക്കലും നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ, നീ നരകിച്ച് ചാകുമടാ എന്നൊക്കെ പ്രാവുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ എന്തേ അല്ലാഹനെ ഏൽപ്പിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് തെറ്റ് ചെയ്യുന്നവരായാൽ അവരെ എഴുതി തെള്ളുകയല്ല, അവരെ ഉപേക്ഷിക്കലല്ല, അവനെ ഒഴിവാക്കലല്ല, ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയലല്ല. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ കൂടെ നന്നാക്കുമ്പോഴാ നീ വഅയ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്ന ഫുളൈൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയപ്പോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ പടച്ചവനെ, ജീവിതത്തിൽ മാറ്റം വന്ന മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ തങ്ങളെ ലോകമറിയുന്ന പണ്ഡിതനായി മാറി, പടച്ചവനെ മഹാനായി മാറി. ആ ഫുളൈൽ തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. വാപ്പാ, അലി എന്ന് പറയുന്ന ഒരു മകന്, പറഞ്ഞാൽ അനുസരിക്കാത്ത മകന്, വാപ്പ പറയുന്നത് കേൾക്കാത്ത മകന്. പടച്ചവനെ, അലി എന്ന് പറയുന്ന മകനെ ഒരുപാട് പഠിപ്പിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി. പടച്ചവനെ പലരുടെയും മുമ്പിൽ കൊണ്ടുപോയി നോക്കി. അലി എന്ന് പറയുന്ന പൊന്നുമകൻ നന്നാകുന്നില്ല, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്നില്ല.
പറഞ്ഞാൽ അനുസരിക്കാത്ത മകൻ കാരണം ഫുദൈൽ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിടോ. ഫുദൈൽ തങ്ങൾ കുരുത്തം കെട്ടവനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയില്ല, എന്നെ നാണം കെടുത്താൻ ജനിച്ചവനാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ശപിച്ചില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകനെ ഒരു ദിവസം അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു ചെന്നു. 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നീ എനിക്ക് അമാനത്തായി തന്ന എന്റെ പൊന്നുമോര് ഈ അലിയനെ ഞാൻ ഒരുപാട് പഠിപ്പിച്ചു പഠിച്ചവര്, ഒരുപാട് പരിശ്രമിച്ചു പഠിച്ചവര്, ഇവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബേ, ഇവൻ അനുസരിക്കുന്നില്ല അല്ലാഹ്, ഞാൻ പരാജയപ്പെടുന്നു റബ്ബേ. മറുപടി പറയാനൊന്നുമില്ല അല്ലാഹ്. അതുകൊണ്ട് നാദാ, ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയാ, ഈ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നേരെയാക്കി തരണേ അല്ലാഹ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാദാ, ഇവനെ കൈവിടാ മനസ്സ് വരുന്നില്ല റബ്ബേ, ഇവനും നന്നാകണം റബ്ബേ, ഇവനും നേരെയാക്കണം റബ്ബേ, അതുകൊണ്ട് ഇവനെ തവക്കൽതു അലല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോനെ പടച്ചവനെ ഏൽപ്പിച്ചു. വാപ്പാ, ഉമ്മമാരേ, ആ തലതിരിഞ്ഞ മകനെ അള്ളാന്റെ അടുക്കൽ കൊടുത്തു, ഇവനെ നേരെയാക്കി തരാ. പെങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ, അവിടുന്ന് ഖുർആൻ കേൾക്കുകയാ. പടച്ചവനെ അതൊരു ലഹരിയായി മാറുകയാ. അലിയന് പിന്നെ ഖുർആൻ ലഹരിയായടോ. അല്ലാഹുവേ, ഖുർആൻ ഒരു ലഹരിയായി മാറുകയാണ്. ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. പഠിക്കും തോറും ലഹരി പോലെ രക്തത്തിലേക്ക് അലിയുകയാ. അല്ലാഹുവിന്റെ കലാമല്ലേ. കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ ചെറുപ്പക്കാരാ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ ഹെഡ്സെറ്റ് വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കടാ പോരേ. ലയിച്ചു പോകും ചെറുപ്പക്കാരാ. ഒരു സംഗീതത്തിനും തരാൻ കഴിയാത്ത, ഒരു വേടനും തരാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരാനന്ദമുണ്ടല്ലോ, ഒരു വല്ലാത്ത സുഖമുണ്ടല്ലോ, ഒരു കുളിർമയുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമടോ. രാത്രി കിടക്കുന്ന സമയത്ത് പെങ്ങളെ, പൊന്നുമോളെ, ഏതെങ്കിലും ഒരു ഖുർആനിന്റെ സൂറത്തൊന്ന് ഓൺ ചെയ്തിട്ട് ചെവിയിൽ ഒന്ന് കേട്ട് നോക്ക് പെണ്ണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ ജീവിതം മാറുകയാ. പിന്നെ ഖുർആനായടോ, പിന്നെ ഖുർആനായടോ. പടച്ചവരെ, അലിയെ കുറിച്ച് ചരിത്രം പറയുന്നത്, അലിയെ ഖുർആൻ ഓതുന്നത് കേൾക്കാ. പടച്ചവനെ, പക്ഷികൾ പോലും വന്നിരിക്കുമായിരുന്നു. അത്രയും മനോഹരമായി ഖുർആൻ ഓതുന്ന മകനായി അലി എന്ന് പറയുന്ന പൊന്നുമോന് മാറിയെന്ന ചരിത്രം പറയുമ്പോ, വാപ്പാ ഫുദൈൽ ഇബ്നു ഇയാദ് നിങ്ങളുടെ അലി എന്ന് പറയുന്ന മകന് ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കയ്യിൽ ഖുർആനുമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ ഉമ്മാ നിന്റെ നാവ് പൊന്നാമുമ്മ. ഏത് തങ്ങള് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ട് നിന്റെ നാവ് കൊണ്ട്. എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നന്നാക്കണേ അല്ലാ. ആ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ടോ. അതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ ആ പൊന്നുമോനെ നന്നാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്ക്. അല്ലാഹയല്ലേ എല്ലാം തരുന്നത്. മോനെ ജോലി തരുന്നത് അല്ലാഹുവാ, ഭക്ഷണം തരുന്നത് അല്ലാഹുവാ, ആരോഗ്യം തരുന്നത് അല്ലാഹുവാ, വീട് തരുന്നത് അല്ലാഹുവാ, എല്ലാം തരുന്നത് പടച്ച റബ്ബാ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്, അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്. ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, മനസാക്ഷിയോട് ചോദിക്ക്, ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആര് പറയാനാ? തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൊക്കെ തൊട്ടിക്കുന്ന സ്റ്റിക്കറായി മാറി. ഇത് വണ്ടിയെ നോക്കിയാലും തവക്കൽതു അലല്ലാഹ്, ഏത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ്. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അത് നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് വരണം. നമ്മുടെ നാവിന്റെ തുമ്പ് കൊണ്ട്, ഈ നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല, ഈമാനുള്ളവർക്കേ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അള്ളാനെ ഒരു കാലി ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നു. ഒന്ന് കിടന്നു പോകുമ്പോഴേ അവനവൻ്റെ പ്രയാസം അറിയും. ഞാൻ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആരോഗ്യവാനായി നടക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ഒന്നും വയ്യ. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഓരോ വെള്ളിയാഴ്ച ജുമായിൻ്റെ സമയമാകുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. 4 വെള്ളിയാഴ്ചയോളം, ഞാൻ 5 വെള്ളിയാഴ്ചയോളം ഞാൻ ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. കിടന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജുമായിന്റെ സമയമാകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം, അറിയാതെ ഇങ്ങനെ കരയുക. കാരണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചിട്ട് അത് നിസ്കരിക്കാതെ വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പോഴത് മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഓരോന്നും ഇവിടെ പള്ളിയുടെ മുമ്പിലൂടെ തെക്ക് വടക്ക് നടന്നിട്ട് നിസ്കരിക്കണില്ല. അള്ളാഹു നമുക്കതാ, നമ്മളൊന്ന് കിടന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാം പറയും പടച്ചവനോട്, നട്ടലൊടിഞ്ഞ് കിടക്കുക, എഴുന്നേക്കത്തില്ല, ഇനി ജീവിതകാലം ഒരിക്കലും ഇവൻ എഴുന്നേക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഉസ്താദ് കാണാൻ ചെന്നപ്പോൾ പറയാം, ഉസ്താദ് എൻ്റെ നട്ടല് നേരെയായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ പോയേനെ. എടാ, ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ഇവന് പള്ളിയില്ല, പട്ടവും ഇല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര, ഏത് സിനിമയും ഇറങ്ങുന്നത് വെള്ളിയാഴ്ചയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ബർക്കത്ത്, സിനിമയുടെ പ്രവർത്തകർക്കറിയാം ബർക്കത്തുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ ഫിലിമും ഏകദേശം ഇറങ്ങുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. ജുമായും കളഞ്ഞിട്ട് പോയി കാത്തു നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കുറിച്ച് പഠിക്കും. അള്ളാഹ് നമ്മളെ സഹായിക്കൂടും. നമ്മൾ അള്ളാഹുവിൽ ഒരു കാര്യം ഏൽപ്പിച്ച റബ്ബ് ഉറപ്പായിട്ട് നമുക്ക് നടത്തി തരും. നിങ്ങൾ കടപ്പുറത്ത് പോയി നോക്കിക്കേ. കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ കടലിന്റെ എതിരെ ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് പറവകൾ ഇങ്ങനെ പറന്നു പോവാ. എവിടെ പോന്നെയാ? ഭക്ഷണം തേടി പോന്നെയാ. കടലിൽ എവിടെ അപ്പ പോണേ? കരയിലല്ലേ ഭക്ഷണം ഇരിക്കുന്നത്. കരയിൽ ഇങ്ങനെ പറവകളും പറന്നു നടന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ കടലിൽ പോകുന്നു എവിടാ? അങ്ങനെ പറന്ന് കടലിലേക്ക് പോകുമ്പോ വലിയ വലിയ മീനുകൾ, ചെറിയ മീനുകളെ പിടിച്ച് കഴിച്ചിട്ട് അതിന്റെ പല്ലിന്റെ ഇടയിൽ മാംസം കയറി ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ പല്ലിന്റെ ഇടയിൽ കയറിയാലും ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഈ വലിയ വലിയ മത്സ്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് വാതുറന്ന് ഇങ്ങനെ കിടക്കുമ്പോ ഈ പറന്നു പോകുന്ന പറവ ആ വലിയ മീനിന്റെ വായുടെ ഉള്ളിൽ പോയിരുന്നിട്ട് അതിന് തിന്നാനുള്ള റിസ്ക് തിന്നുകയാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഇതാണ് അല്ലാഹ്.
തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതാണ് വിധങ്ങൾ പറഞ്ഞത്, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് റിസ്ക് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുന്നില്ല, ആരും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നില്ല. ഇവിടെ അള്ളാനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടക്കോ ഇല്ല, നമ്മുടെ കാര്യം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വാപ്പാനെയും മകനെയും കണ്ടു. കാക്കയും കാക്കയുടെ കുഞ്ഞും എങ്ങനെയാണ് ഇരിക്കണേ, ഇതുപോലെ വാപ്പായും മോനും എന്ന് പറഞ്ഞാൽ കാക്കയും ഒരുപോലെ ഇരിക്കണം, കുഞ്ഞും ഒരുപോലെ ഇരിക്കണം, വ്യത്യാസമൊന്നുമില്ല. വാപ്പയും മകനും എന്ന് പറഞ്ഞാൽ രണ്ടിനെയും വരച്ചു വെച്ചതുപോലെ ഇരിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു, വരച്ചു വെച്ചതുപോലെ, ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലെ. ഈ വാപ്പയുടെയും മകന്റെയും പ്രത്യേകത, ഇവര് രണ്ടുപേരും ചങ്കുകള, എവിടെ പോയാലും ഒരുമിച്ച് പോകും. കൂട്ടുകാരെ പോലെയാ വാപ്പയും മകനും, രണ്ടുപേരും ഇങ്ങനെ കയ്യും പിടിച്ച നടക്കുക, രണ്ടും ഒരുമിച്ച്, എപ്പോ നോക്കിയാലും ഒരുമിച്ച് കാണും അവരെ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ ഒരിക്കൽ ഈ വാപ്പാനെ കണ്ടപ്പോ ഇങ്ങനെ ഈ മകനെ കുറിച്ച് എന്തേ നിങ്ങൾ ഇങ്ങനെ തമാശ എന്ന രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ പിതാവ് പറഞ്ഞു, ഈ മകൻ ആരാന്നറിയോ ഉമർ തങ്ങളെ, ഈ പൊന്നുമോൻ എങ്ങനെ ആരാന്നറിയോ, ഇവനെ എങ്ങനെയാണ് എനിക്ക് അല്ലാഹു തന്നതെന്നറിയുവോ? ആ പിതാവ് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ് തങ്ങള്, എവിടെ പോയാലും ഞാൻ ഇവന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും, ഇവനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വല്ലാത്ത സങ്കടമാണ്, എപ്പോഴും ഇവനെ കണ്ടുകൊണ്ടിരിക്കണം, ഇവന്റെ കൂടെ നടക്കുകയാണ്. ഇവന് എങ്ങനെ എനിക്ക് അല്ലാഹു തന്നതെന്നറിയുവോ? എങ്ങനെയാണ് പടച്ചവൻ എനിക്ക് തന്നതെന്നറിയോ? ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ആ ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ നിന്ന് യാത്ര പറയുമ്പോ ഈ മനുഷ്യന് ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. കൈവച്ചിട്ട് പറയുന്നു, അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ, അല്ലാഹുവേ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ ഭാര്യയുടെ വയറ്റിനകത്ത് കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവരെ. തവക്കൽതു അലല്ലാഹ്, ഏരു പോറലുമില്ലാതെ എനിക്ക് നീ ഇവനെ തരണേ തമ്പുരാനെ. ആ പിതാവ് തന്റെ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട്, ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവോട് പറഞ്ഞു, ഏത് പ്രയാസത്തിന്റെ സമയത്തും ഒരു പോറല് പോലും ഏൽക്കാതെ ഈ പൊന്നുമോനെ എനിക്ക് തരണേ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ആ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സഹോദരങ്ങളെ, യുദ്ധം കഴിഞ്ഞടോ അവസാനം ആ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കുകയാ. ഗർഭിണിയായ ഭാര്യ മരിക്കുകയാണ്. പടച്ചവനെ, ആ പെണ്ണിന്റെ ജനാസ എടുത്തു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കി വെച്ച് മണ്ണ് വാരിയിടുകയാണ്. റബ്ബേ, വൈകുന്നേര സമയത്താണ് ഖബറടക്കിയത്. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാണ്. ഖബർസാനിൽ വല്ലാത്ത ഒരു പ്രകാശം കാണുകയാണ്. എന്തേ റബ്ബേ ഖബർസാനിൽ നിന്ന് വെളിച്ചം കാണുന്നത്? ജനങ്ങൾ ഓടുകയാണ്. പ്രകാശം കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. ഖബറിനകത്ത് നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. റബ്ബേ, ചെന്ന് നോക്കുമ്പോ ഖബർ രണ്ടായി പിളർന്നിരിക്കുന്ന ഉമ്മ, ഖബർ രണ്ടായി പിളർന്നിരിക്കുകയാ. ഖബറിനകത്ത് നിന്നൊരു കുഞ്ഞ് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ആ മരിച്ചുപോയ പെണ്ണുണ്ടല്ലോ, ആ ഗർഭിണിയായ പെണ്ണിന്റെ ഖബറിനകത്ത് കിടന്നിട്ടാണ് ഈ കുഞ്ഞ് കരയുന്നത്. അല്ലാഹുവേ, കുഞ്ഞിനെ വാരിയെടുത്തു. അവസാന പിതാവിന്റെ കയ്യിലേക്ക് ആ ചോര കുഞ്ഞിനെ വെച്ച് കൊടുത്തപ്പോ അവിടെ നിന്നൊരശരീരി കേൾക്കുകയാ.
മനുഷ്യ, നീ നിന്റെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു, നീ നിന്റെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു. അള്ളാനെ ഏൽപ്പിച്ചപ്പോ അള്ളാഹു ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊടുത്തു. അള്ളാഹുവേ, അവിടെന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കെന്തെന്നറിയോ? ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചതുപോലെ നിന്റെ ഭാര്യയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ തിരിച്ചു തരുമായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അള്ളാഹുവേ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ പൊന്നുമോന്, രണ്ടുപേരെയും നീ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുപേരെയും അള്ളാഹു നിനക്ക് തരുമായിരുന്നു. പക്ഷേ നീ തള്ളയുടെ കാര്യം പറഞ്ഞില്ല, കുഞ്ഞിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ. കുഞ്ഞിനെയാണ് അള്ളാഹു തിരിച്ചു കൊടുത്തത്. എന്നാ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് പറയുമ്പോ, സഹോദരാ, അള്ളാനെ ഒരു കാര്യം ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത് പൂർത്തീകരിച്ചു തരുമടോ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അതിനെക്കുറിച്ച് പഠിക്കട്, അതിനെക്കുറിച്ച് പഠിക്കട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്ക്, മനസ്സിലാക്ക്. എന്നിട്ട് പടച്ചവനെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കൂ. മക്കളെ നല്ല നിലയിൽ വളർത്തു. അൽഹംദുലില്ലാഹ്, മഹാന്മാരെ സ്നേഹിക്കുന്നവരാകണം, ആദരിക്കുന്നവരാകണം, ബഹുമാനിക്കുന്നവരാകണം. ഈ കിടക്കുന്ന ശുഹദാക്കളൊന്നും സാധാരണ ആൾക്കാരല്ലടോ. അവരെ ഒന്ന് പഠിച്ചു നോക്ക്, അവരെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ, എഴുതല്ലേ, കുറ്റപ്പെടുത്തല്ലേ. അവരുടെ എങ്ങാണം മനസ്സു വേദനിച്ച എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഈ സ്ഥാപനത്തിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഈ പഠിക്കുന്ന ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിന്റെ മനസ്സു നീ വേദനിപ്പിച്ച അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല ചെറുപ്പക്കാരോ. ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരും ബാപ്പാ. അതുകൊണ്ട് വായി തോന്നുന്നത് പറയരുത്. ചിലർക്ക് അധികാരമോഹമാടോ, സ്ഥാനമാനങ്ങൾ വേണമടോ, ചിലർക്ക് ചിലരുടെ പ്രീതി പിടിച്ചു പറ്റണമടോ. അതിനുവേണ്ടി ഏത് വളഞ്ഞ വഴികളും ചെയ്യുമടോ. കുളം കലക്കിയിട്ട് മീൻ പിടിക്കുന്ന കാലമാ സഹോദരാ. പെട്ടുപോകരുത്, പെട്ടുപോകരുത്. നിന്റെ ആഖിബത്ത് പോലും മോശമായി പോകും. അധികാരമോഹികളായ ഒരുപാട് പേരുണ്ടല്ലോ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുന്നവരുണ്ടല്ലോ. അധികാരം എന്താണെന്ന് പഠിക്ക്, അധികാരം എന്താണെന്ന് പഠിക്ക്. അതൊരിക്കലും അലങ്കാരമല്ലടോ. അധികാരം ഒരാളും ആഗ്രഹിച്ച് നേടേണ്ട കാര്യമല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിയ, ഒരുപാട് സമ്പത്തുള്ള സ്വഹാബിയ, നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സ്വഹാബിയ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖലീഫയായിരിക്കുമ്പോ ഏത് കാര്യത്തിലും പടച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് അവിടുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. ഏത് വിഷയവും അബൂബക്കർ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമായി ചർച്ച ചെയ്യുമായിരുന്നു. പടച്ചവനെ വല്ലാത്ത ഇഷ്ടമാണ്. അബൂബക്കർ തങ്ങളുടെ മരണമെടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഞാൻ രോഗിയായി വന്നിരിക്കുകയാണ്, എന്റെ മരണം അടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെയാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബിനെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ ഉമർ തങ്ങളെയാണ് പടച്ചവനെ തെരഞ്ഞെടുത്തത്. ഉമർ തങ്ങളുടെ ഖലീഫയായി, ഉമർ തങ്ങളുടെ ഖലീഫയായി പടച്ചവനെ ഉമർ തങ്ങളും അബൂബക്കർ തങ്ങൾ ചെയ്തതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പരിഗണിക്കുമായിരുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. ഉമർ തങ്ങളുടെ മരണമെടുത്തപ്പോ ഉമർ തങ്ങൾ 6 പേരുടെ പേരെഴുതി വെച്ചു. മൂന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ അർഹതയുള്ള 6 പേരുടെ പേരെഴുതി വെച്ചപ്പോ ഒന്നാമത് എഴുതി വെച്ച പേര് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ഉമർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. 6 പേരും ഒരുമിച്ച് കൂടി അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ ഒരുമിച്ച്
ഒരുമിച്ച് കൂടി. ഒന്നാമത്തെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പേരാണ്. തന്റെ പേര് ആരെങ്കിലും പറയുന്നതിന് മുമ്പേ ചാടി എഴുന്നേറ്റ് ചെന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ പതാ ഉസ്മാൻ തങ്ങളുടെ ബൈഅത്ത് ചെയ്യുകയാണ്. അടുത്ത ഖലീഫയായി എന്റെ പേര് ആരെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട്, അധികാരം വേണ്ട പടച്ചവനെ, അധികാരം വേണ്ട പടച്ചവനെ, സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട പടച്ചവനെ, ചാടി എഴുന്നേറ്റ് പോയി ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു. അവിടുന്ന് ബൈഅത്ത് ചെയ്തു. പിന്നെ എല്ലാവരും ബൈഅത്ത് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ഖലീഫയായി ഉസ്മാൻ തങ്ങളെ തെരഞ്ഞെടുത്തു. പടച്ചവനെ, കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉസ്മാൻ തങ്ങൾക്ക് രോഗം വന്നു. മരണമെടുത്ത് വന്നപ്പോ ഉസ്മാൻ തങ്ങൾ എഴുതുന്ന ആളെ വിളിച്ചിട്ട് പറയുകയാണ്, അടുത്ത ഖലീഫ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പേരെഴുതി വെക്കാൻ. ഏക്കത്തില്ല എന്നറിയാ, ഏക്കത്തില്ല എന്നറിയാ. അതുകൊണ്ട് അബ്ദുറഹ്മാനിന്റെ പേരെഴുതി വെച്ചടോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ എഴുതിയ മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുകയാണ്, അടുത്ത ഖലീഫ നിങ്ങളാണ്. ഉസ്മാൻ തങ്ങളുടെ നിങ്ങളുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരയുകയാ. ഉറക്കം വരുന്നില്ലടോ, ഉറക്കം വരുന്നില്ലടോ, സമാധാനമില്ലടോ. എന്ത് ചെയ്തെന്നറിയുവോ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗദയുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ റൗദയുടെ മുമ്പിൽ ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരയുകയാണ്. അവിടെന്ന് പറയുന്നു, നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് സ്ഥാനമാനം വേണ്ട നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. ഉസ്മാൻ തങ്ങൾ എന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു നബിയേ. അടുത്ത ഖലീഫയായി എന്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ട നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. എനിക്ക് അധികാരം വേണ്ട അല്ലാഹ്, എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട അല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ഥാനമാനങ്ങൾ വലിയ ഒരു ഭാരമാടോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് കണക്ക് പറയണമടോ. അതാ അധികാരമെന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതുൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഒന്നുകിൽ നിനക്ക് അല്ലാഹു ഇസ്സത്ത് തരും, അല്ലെങ്കിൽ അതിലൂടെ നീ നിന്ദിനാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരുടെ കൂടെ കൂടാതെ എല്ലാവരും ആദരിക്കാൻ പഠിക്കൂ. അത് ഏത് തങ്ങളാകട്ടെ, പാണക്കാട് തങ്ങന്മാരാകട്ടെ, സാധാരണ തങ്ങന്മാരാകട്ടെ, ഒരു തങ്ങള് കുട്ടിയാകട്ടെ, ഒരു സയ്യിദ് കുട്ടിയാകട്ടെ, പടച്ചവനെ ആലിമീങ്ങളാകട്ടെ, മുതഅല്ലിമീങ്ങളാകട്ടെ, എല്ലാവരെയും ആദരിക്കേ, എല്ലാവരെയും ബഹുമാനിക്കൂ. തോന്നിവാസങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്തത് പറയരുത്. മോനേ, ഈ നാവ് കൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, സയ്യിദന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്.